ഇന്ന് നമ്മൾ നമ്മുടെ കോഴ്സിന്റെ 6ാമത്തെ ലെസണിലാണ്. ആദ്യത്തെ 4 ലെസൺസിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിവൈസ് ചെയ്തിരുന്നു. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇന്ന് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. 3ാമത്തെ ലെസണിൽ നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു. നമ്മളെ കുറിച്ച് തന്നെയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്ന്. അതായത് നമ്മുടെ പേര്, നമ്മുടെ ജോലി, നമ്മൾ എവിടെ നിന്ന് വരുന്നു, അതൊക്കെ അന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയാൻ പഠിച്ചു. അപ്പോ ഞാനൊരു ടീച്ചർ ആണ് എന്ന് എങ്ങനെയാണ് നമ്മളന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞത്? ഐ ആം എ ടീച്ചർ എന്ന് പറയും അല്ലെ. പക്ഷെ ഇതേ കാര്യം വേറൊരു രീതിയിൽ എങ്ങനെ പറയാം എന്നാണ് ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പൊ എനിക്ക് പറയണമെന്നിരിക്കട്ടെ, ഞാൻ ഒരു ടീച്ചറായി ജോലി ചെയ്യുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നു, അതാണ് ആദ്യം പറയേണ്ടത്. അപ്പൊ ജോലി ചെയ്യുക എന്നുള്ളതിന് വർക്ക് എന്നല്ലേ പറയുക. അപ്പൊ ഞാൻ ജോലി ചെയ്യുന്നു, ഐ വർക്ക്. എങ്ങനെയാ? ഒരു ടീച്ചറായി, അതാണ് ഇനി നമുക്ക് പറയേണ്ടത്. ഈ ആയി എന്ന് കണ്ടില്ലേ, ആ വാക്കിന് നമ്മൾ ഇംഗ്ലീഷിൽ ആസ് എന്ന് പറയും. ആസ്. അപ്പൊ ഇവിടെ ഒരു ടീച്ചർ ആയി എന്നാണല്ലോ പറയേണ്ടത്, അതിന് ആസ് എ ടീച്ചർ എന്ന് പറയും. അപ്പൊ സെന്റൻസ് എന്തായി? ഐ വർക്ക് ആസ് എ ടീച്ചർ. അപ്പൊ ഇവിടെ ആദ്യം നിങ്ങൾ കണ്ടോ, ഐ വർക്ക് എന്നാണ് പറഞ്ഞത്. അവിടെ ഐ വർക്ക്സ് എന്ന് പറയുന്നില്ല, എസ് നമ്മൾ ചേർക്കുന്നില്ല. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കണം. നമ്മൾ നമ്മളെ പറ്റി തന്നെ പറയുമ്പോൾ ആ ഐ ആണല്ലോ ആദ്യം വരുന്നത്. ഐയുടെ കൂടെ വരുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, ആ വേർബ്, അതായത് ആ പ്രവൃത്തിയെ കാണിക്കുന്ന വാക്ക്, ക്രിയ, അവിടെ നമ്മൾ എസ് ചേർക്കില്ല. ഐ വർക്ക്, ഐ സിറ്റ്, ഐ ഈറ്റ്, അങ്ങനെയാണ് പറയുക. അത് ഓർത്തേക്കണേ. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് ഈ വർക്ക് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന്. ഐ വർക്ക് എന്ന് പറയില്ല, ഐ വർക്ക്. കേട്ടോ? അടുത്തത് ആസ് എ ടീച്ചർ എന്ന് പറഞ്ഞില്ലേ, ഇവിടെ ശരിക്കും ആ വാക്ക് ആസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ഒരുമിച്ച് പറയുമ്പോൾ ഐ വർക്ക് ആസ് എ ടീച്ചർ. ആസ് എന്ന് പറയണ്ട, ആസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആ ഉച്ചാരണം കൂടെ ഒന്ന് ശരിയാക്കി കൊണ്ടുപോയാൽ നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. ഇനി അടുത്തതൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ആരെങ്കിലും നമ്മുടെ ജോലിയെ കുറിച്ച് ചോദിക്കുമ്പോൾ, നമ്മുടെ ജോലി എന്ന് പറയുമ്പോൾ അത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഇന്ന് നമ്മളൊരു ജോലി ചെയ്യും, നാളെ വേറൊരു ജോലി ചെയ്യും, അങ്ങനെയല്ലല്ലോ. സ്ഥിരമായിട്ടുള്ള കാര്യത്തെ കുറിച്ചല്ലേ പറയുന്നേ, ജോലിയുടെ കാര്യം. അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരിക്കലും നമ്മൾ ഐ ആം വർക്കിംഗ് ആസ് എ ടീച്ചർ എന്ന് പറയണ്ട. കാരണം അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇപ്പൊ ഞാൻ ഇങ്ങനെ, തൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങനെ ഈ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്നാവും. അതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജോലി സ്ഥിരമായിട്ട് ഇതാണെന്നല്ലേ പറയുന്നത്. ആ അർത്ഥത്തിലാണെങ്കിൽ ഐ വർക്ക് ആസ് എ ടീച്ചർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഐ എം വർക്കിംഗ് എന്ന് പറയണ്ട കേട്ടോ. അങ്ങനെ പറയാം എപ്പോഴാണെന്നറിയാമോ? ഈ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യാണ്, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് തൽക്കാലത്തേക്ക് ഞാനൊരു ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത ആഴ്ച ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും എന്ന് പറയണമെങ്കിൽ ഐ എം വർക്കിംഗ് ആസ് എ ടീച്ചർ നൗ. തൽക്കാലത്തേക്ക് അങ്ങനെയാണ്, അടുത്ത ആഴ്ച വേറെ ആവും എന്ന് നമുക്ക് പറയാം. ഇവിടെ അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്ഥിരമായ ജോലിയെ കുറിച്ചാണ് ചോദ്യം. അതാണ് പറയേണ്ടതെങ്കിൽ ഐ വർക്ക് എന്ന് പറഞ്ഞാൽ മതി. ഐ വർക്ക് ആസ് എ ടീച്ചർ. അപ്പൊ ഇപ്പൊ നമുക്ക് ജോലിയെ കുറിച്ച് പറയാൻ 2 രീതികളുണ്ട് അല്ലെ. ഒന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ട ഐ എം എ ടീച്ചർ എന്ന് പറയാം, ഞാനൊരു ടീച്ചറാണ്. ഇനി ഞാനൊരു ടീച്ചറായി ജോലി ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ ഐ വർക്ക് ആസ് എ ടീച്ചർ. ക്ലിയർ ആയല്ലോ? അത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഐ എം വർക്കിംഗ് ആസ് എ ടീച്ചർ എന്ന് പറയേണ്ടതാണ്. അപ്പൊ സാധാരണ നമ്മുടെ ജോലിയെ കുറിച്ച് ആരോടെങ്കിലും ഇംഗ്ലീഷിൽ പറയേണ്ടി വന്നാൽ അവിടെ നമുക്ക് 2 പാറ്റേൺസ് ആണ് യൂസ് ചെയ്യേണ്ടി വരാറുള്ളത്. ആദ്യത്തേത് നമ്മളിപ്പോ കണ്ടില്ലേ, ഞാൻ ഒരു ടീച്ചറായി ജോലി ചെയ്യുന്നു, ഐ വർക്ക് ആസ് എ ടീച്ചർ. രണ്ടാമത്തത് ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു, അവിടെയാണ് നമുക്ക് ഈ 2ാമത്തെ പാറ്റേൺ യൂസ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ പറയും ഞാൻ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നു. അവിടെ എങ്ങനെ പറയും? ഞാൻ ജോലി ചെയ്യുന്നു, ഐ വർക്ക്. എവിടെ? ഒരു സ്കൂളിൽ. അവിടെ നമുക്ക് ഇൻ എ സ്കൂൾ എന്ന് പറയാം. ഐ വർക്ക് ഇൻ എ സ്കൂൾ. അവിടെ നമുക്ക് വേണമെങ്കിൽ അറ്റ് എ സ്കൂൾ എന്നും പറയാം. പക്ഷെ ഒരു തരത്തിലും തെറ്റ് വരാത്ത ഒരു ആൻസർ ആണ് ഇൻ എ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഐ വർക്ക് ഇൻ എ സ്കൂൾ. ആ ഒരു പാറ്റേൺ കൂടെ പഠിച്ചാൽ നമ്മൾ സേഫ് ആയി. അപ്പൊ ഇവിടെ നമുക്കിത് കൂടുതൽ എക്സാമ്പിൾസ് യൂസ് ചെയ്ത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് പറയണം ഞാനൊരു ബ്യൂട്ടീഷ്യനായി ജോലി ചെയ്യുന്നു. എന്ത് പറയും? ഐ വർക്ക് ആസ് എ ബ്യൂട്ടീഷ്യൻ. ആസ് എ ബ്യൂട്ടീഷ്യൻ. ഓക്കെ. ഇനി എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ അടുത്തത്. ഞാനൊരു ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്നു. അവിടെ എന്ത് പറയും? ഐ വർക്ക് ഇൻ എ ബ്യൂട്ടി പാർലർ. ഐ വർക്ക് ഇൻ എ ബ്യൂട്ടി പാർലർ. അപ്പൊ ഈ ഒരു പാറ്റേൺ കിട്ടിയോ? ഇന്ന ജോലിയാണെന്നുള്ളതിന് ആസ് എന്ന് പറഞ്ഞു പറയും. ഇന്ന ഇടത്താണ് ജോലി ചെയ്യുന്നതെന്ന് പറയാൻ
ഇൻ എന്ന് പറഞ്ഞ് ആ ഒരു വാക്ക് കൂടെ നമ്മൾ ചേർക്കും. അപ്പൊ ഇവിടെ ഈ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞില്ലേ, ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ബ്യൂട്ടി സാലോൺ എന്ന് പറയാം കേട്ടോ. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, സെലൂൺ എന്നല്ല കേട്ടോ പറയുക, സാലോൺ എന്നാണ് പറയേണ്ടത്. അപ്പൊ ഒന്നില്ലെങ്കിൽ ഇതിന് ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ഇതിന് ബ്യൂട്ടി സാലോൺ എന്ന് പറയാം. ഇനി ഇതൊന്ന് പറഞ്ഞു നോക്കൂ. ഞാനൊരു മെക്കാനിക് ആയി ജോലി ചെയ്യുന്നു. ഐ വർക്ക് ആസ് എ മെക്കാനിക്. കിട്ടിയില്ലേത്? ഐ വർക്ക് ആസ് എ മെക്കാനിക്. ഇനി അടുത്ത ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ മെക്കാനിക്കിന് പകരം എനിക്ക് ഇലക്ട്രീഷ്യൻ എന്നാണ് പറയേണ്ടിയിരുന്നെങ്കിലോ അവിടെ എന്താണ് വ്യത്യാസം വരിക? ഐ വർക്ക് ആസ് ആൻ ഇലക്ട്രീഷ്യൻ എന്ന് പറയും. എന്തുകൊണ്ടാണ് അവിടെ ആൻ വന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളത് നേരത്തെ പഠിച്ചിരുന്നു. ഈ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന വാക്ക് കണ്ടോ, അത് ഇംഗ്ലീഷിൽ നമ്മൾ ഇ എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് തുടങ്ങിയത്. ഈ അല്ലേ അക്ഷരം. അത് കൂടാതെ മലയാളത്തില് ആ സ്വരം എന്താന്ന് നോക്കൂ, ഇലക്ട്രീഷ്യൻ എന്നാണ് ഞാൻ പറഞ്ഞത്, ഇ അല്ലേ. അങ്ങനെയുള്ള സ്വരം, ആ സ്വരത്തിലാണ് ആ വാക്ക് തുടങ്ങുന്നതെങ്കിൽ അതിന് മുൻപ് വരുന്നത് ആൻ ആയിരിക്കും. അവിടെ നമ്മൾ എ ഇലക്ട്രീഷ്യൻ എന്ന് പറയില്ല. ഓർമ്മയുണ്ടല്ലോ അത്. അപ്പൊ ഇവിടെ പറയാ ഐ വർക്ക് ആസ് ആൻ ഇലക്ട്രീഷ്യൻ എന്നായിരിക്കും. ഇനി ഇവിടെ എനിക്ക് പറയേണ്ടത് അടുത്തത്, ഞാൻ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു എന്നാണെന്ന് ഇരിക്കട്ടെ. ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലമാണ് പറഞ്ഞത്, ഫാക്ടറിയിൽ. അതെന്ത് പറയും? ഐ വർക്ക് ഇൻ എ ഫാക്ടറി. മനസ്സിലായോ? അവിടെ ഇൻ എ എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായോ? ഐ വർക്കും ഐ ആം വർക്കിങ്ങും എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന്? നമ്മുടെ ജോലിയെ കുറിച്ച് പറയുമ്പോൾ ഐ വർക്ക് എന്ന് പറഞ്ഞാൽ മതി. ഞാനൊരു ഡ്രൈവറായി ജോലി ചെയ്യുന്നു. ഐ വർക്ക് ആസ് എ ഡ്രൈവർ. നേരെ മറിച്ച് നമ്മൾ തൽക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഐ ആം വർക്കിംഗ് എന്ന് പറയും. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ ലാപ്ടോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തൽക്കാലം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലേ പറയുന്നേ. അവിടെ നമ്മൾ പറയും ഐ എം വർക്കിംഗ് ഓൺ മൈ ലാപ്ടോപ്പ്. ഐ എം വർക്കിംഗ് ഓൺ മൈ ലാപ്ടോപ്പ്. അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ലാപ്ടോപ്പിൽ ജോലി ചെയ്യുകയാണെന്നാണ് മലയാളത്തിൽ പറഞ്ഞത്. പക്ഷെ അവിടെ നമ്മൾ ഇൻ എന്ന് പറയില്ല. ലാപ്ടോപ്പിന്റെ ഉള്ളിലല്ലല്ലോ ജോലി ചെയ്യുന്നത്, ലാപ്ടോപ്പിന് മേലെ നമ്മളൊരു കാര്യം ചെയ്യാണ്. അതുകൊണ്ടാണ് ഓൺ എന്ന് പറഞ്ഞത് കേട്ടോ. ഐ എം വർക്കിംഗ് ഓൺ മൈ ലാപ്ടോപ്പ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഈ വർക്ക് എന്ന് പറയുന്ന ആ ഒരു വാക്ക് വരുന്ന തരം സെന്റൻസസ് അല്ലേ കണ്ടതെല്ലാം. അപ്പൊ വർക്ക് എന്ന് വെച്ചാൽ ജോലി ചെയ്യുക. പക്ഷെ ജോലിയെ കുറിച്ച് പറയാൻ മാത്രമല്ല നമ്മൾ ഈ പാറ്റേൺ യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന എന്ത് കാര്യത്തെക്കുറിച്ച് പറയാനും ഇതേ പാറ്റേൺ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങളൊരു സ്റ്റുഡന്റ് ആണെന്നിരിക്കട്ടെ, 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എങ്ങനെ പറയും? ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാണ് മലയാളത്തിൽ പറയേണ്ടത്. അപ്പൊ പഠിക്കുക എന്നുള്ളതിന് സ്റ്റഡി എന്ന് പറയാലോ. അപ്പൊ അവിടെ എന്ത് പറയും? ഞാൻ പഠിക്കുന്നത്, ഐ സ്റ്റഡി. എന്തിലാണ്? 6ാം ക്ലാസ്സിലാണ്. 6ാം ക്ലാസ്സിൽ. ഇൻ ഗ്രേഡ് 6 എന്ന് പറയും. ഐ സ്റ്റഡി ഇൻ ഗ്രേഡ് 6. മനസ്സിലായോ? അവിടെ നമ്മൾ ഐ ആം സ്റ്റഡിങ് ഇൻ ഗ്രേഡ് 6 എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ഇപ്പോ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ ഐ എം സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്ന് പറയും. കാരണം അത് തൽക്കാലം നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, തൽക്കാലത്തേക്ക്. അതുകൊണ്ടാണ് അവിടെ ഐ എം സ്റ്റഡിയിങ് എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ സ്ഥിരമായിട്ട് ഈ ഒരു വർഷം മുഴുവനും നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, അവിടെ ഐ സ്റ്റഡി. ഇപ്പൊ കുറച്ചു നേരത്തേക്ക് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഐ എം സ്റ്റഡിയിങ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചല്ലോ, ഞാൻ പറഞ്ഞത് ഐ സ്റ്റഡി എന്നാണ്, ഐ സ്റ്റഡീസ് എന്ന് പറയില്ല. നേരത്തെ നമ്മൾ ഐ വർക്ക് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഐ വർക്ക്, ഐ ഈറ്റ്, ഐ പ്ലേ, ഐ സ്റ്റഡി. അപ്പൊ അവിടെ ഐ കഴിഞ്ഞ വേർബിന്റെ കൂടെ എസ് നമ്മൾ ചേർക്കില്ല. പക്ഷെ ഇതുപോലെ തന്നെയാണ് വി എന്ന് പറയുമ്പോഴും. വി എന്ന് വെച്ചാൽ ഞങ്ങൾ. അപ്പൊ ഞങ്ങളെ കുറിച്ച് ഞാനൊരു കാര്യം പറയാം. അപ്പൊ ഞാൻ പറയാണ്, ഞങ്ങള് ധാരാളം മൂവീസ് കാണാറുണ്ട്. മൂവീസ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിത്രങ്ങൾ കാണാറുണ്ടെന്ന്. ഈ ചിത്രം എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ മൂവി എന്ന് പറയാം, അല്ലെങ്കിൽ ഫിലിം എന്ന് പറയാം. പലപ്പോഴും നമ്മൾ മലയാളത്തിൽ സിനിമ കാണാറുണ്ടെന്ന് പറയും അല്ലെ. ശരിക്കും സിനിമ എന്നല്ല അവിടെ പറയേണ്ടത്. കാരണം ഇംഗ്ലീഷില് സിനിമ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഈ മൂവി കാണാൻ, ചിത്രം കാണാൻ വേണ്ടി പോകുന്ന തിയേറ്റർ ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഇംഗ്ലീഷിൽ സിനിമ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോ ചിത്രം കാണാറുണ്ടെന്നുള്ളതിന് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇവിടെ മൂവീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫിലിംസ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇവിടെ എന്താ പറയാ? ഞങ്ങൾ കാണാറുണ്ട്. കാണുക എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ സീ എന്ന് പറയാം, അല്ലെങ്കിൽ വാച്ച് എന്നും പറയാം. ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മളിങ്ങനെ പുറത്ത് പോയിട്ട് ഒരു തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ അവിടെ നമുക്ക് സി എന്ന് പറയാം. ഞങ്ങൾ പുറത്ത് പോയിട്ടൊരു ചിത്രം കണ്ടു, അവിടെ സി പറയാം. വീട്ടിലിരുന്ന് ടി വിയിലൊക്കെ കാണില്ലേ നമ്മൾ പലപ്പോഴും, നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഉപയോഗിച്ച്, അതിന് നമുക്ക് വാച്ച് എന്നും പറയാം. അപ്പൊ ഇവിടെ ഞാൻ വീട്ടിലിരുന്ന് കാണുന്ന കാര്യമാണ് പറയുന്നതെന്ന് ഇരിക്കട്ടെ.
അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയും? വി വാച്ച്. ഞങ്ങൾ എന്താ കാണാറുള്ളത്? ധാരാളം മൂവീസ് അല്ലെ? ധാരാളം എന്നുള്ളതിന് നമുക്ക് എ ലോട്ട് ഓഫ് എന്ന് പറയാം. ഞാൻ പറഞ്ഞത് എ ലോട്ട് ഓഫ്. ധാരാളം എന്ത്? ഫിലിംസ്, മൂവീസ്, എ ലോട്ട് ഓഫ് മൂവീസ് എന്ന് പറയാം. ഈ എ ലോട്ട് ഓഫ് എന്നുള്ളതിന് പകരം വേണമെങ്കിൽ ലോട്ട്സ് ഓഫ് എന്ന് പറയാം. രണ്ടും ശരിയാണ്. ഒന്നില്ലെങ്കിൽ എ ലോട്ട് ഓഫ് അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ്. അത് രണ്ടും കൂടെ മിക്സ്ഡ് ആയി പോരുത് കേട്ടോ. എ ലോട്ട്സ് ഓഫ് എന്ന് പറയില്ല. എ ലോട്ട് ഓഫ് അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ് മൂവീസ്. അപ്പൊ സെന്റൻസ് കിട്ടിയല്ലോ. വി വാച്ച് എ ലോട്ട് ഓഫ് മൂവീസ്. നമ്മൾ പതിവായിട്ട് ഇങ്ങനെ കാണാറുണ്ട്, സ്ഥിരമായിട്ട് ഇങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ടാണ് വി വാച്ച് എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് ഞാൻ പറയാണ്, ഞങ്ങളൊരു മൂവി കാണുകയാണ്. ഇപ്പൊ വീട്ടിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് പറയും? വി ആർ വാച്ചിങ് എ മൂവി. ഒരു മൂവി കാണുകയാണ്. വി ആർ വാച്ചിങ് എ മൂവി. ഇനി ഇതൊന്ന് പറഞ്ഞു നോക്കൂ. ഞാൻ ധാരാളം മധുര പലഹാരങ്ങൾ കഴിക്കാറുണ്ട്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിക്കാറുണ്ട്. അതാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കഴിക്കാറുണ്ട്. എന്ത് പറയും? ഐ ഈറ്റ്. കഴിക്കാന്നുള്ളത് ഈറ്റ് അല്ലേ? അപ്പൊ ഐ ഈറ്റ്. എന്താ കഴിക്കാറുള്ളത്? ധാരാളം മധുര പലഹാരങ്ങൾ. എന്ത് പറയും? ധാരാളം എന്നുള്ളതിന് നമ്മൾ നേരത്തെ കണ്ടില്ലേ, എ ലോട്ട് ഓഫ് എന്ന് പറയാം. മധുര പലഹാരങ്ങൾ എന്നുള്ളതിന് സ്വീറ്റ്സ് എന്ന് പറയും. എന്തായി? ഐ ഈറ്റ് എ ലോട്ട് ഓഫ് സ്വീറ്റ്സ് അല്ലെങ്കിൽ ഐ ഈറ്റ് ലോട്ട്സ് ഓഫ് സ്വീറ്റ്സ് എന്നും പറയാം. മനസ്സിലായല്ലോ? ഇനി ഇങ്ങനൊരു സന്ദർഭം നിങ്ങൾ ഓർത്തു നോക്കൂ. നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും നിങ്ങളെ കിട്ടാനായിട്ട് ഫോണിൽ വിളിച്ചു. അപ്പൊ വീട്ടിൽ വേറെ ആരെങ്കിലും ഫോൺ എടുത്തിട്ട് പറയാണ്, ദാ നിനക്ക് ഫോൺ. അപ്പൊ നമ്മൾ എന്ത് പറയും? ഞാൻ പിന്നെ വിളിക്കാന്ന് പറയൂ. ഞാനിപ്പോ കഴിക്കുകയാണ് അല്ലെ? അവിടെ എന്ത് പറയും? ഐ എം ഈറ്റിംഗ്. ഞാൻ കഴിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അവിടെ ഐ ഈറ്റ് എന്നല്ല പറയാ, ഐ എം ഈറ്റിംഗ്. ഇപ്പൊ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായല്ലോ? എപ്പോഴാണ് ഐ ഈറ്റ് എന്നും എപ്പോഴാണ് ഐ എം ഈറ്റിംഗ് എന്നും പറയുന്നതെന്ന്. ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയി കാണുമല്ലോ. ഈ മാറ്റമില്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ജോലിയൊക്കെ പോലെ, അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ വേർബിന്റെ കൂടെ ing ചേർക്കില്ല. അത് മനസ്സിലായല്ലോ? പക്ഷെ ഇത് മാത്രമല്ല, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, എന്നും ഒരു ശീലം പോലെ, ഒരു ഹാബിറ്റ് പോലെ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അതിനെക്കുറിച്ച് പറയുമ്പോഴും ഇതേ പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പൊ എനിക്ക് പറയണം, ഞങ്ങള് എല്ലാ ദിവസവും, അതായത് എന്നും നടക്കാറുണ്ട്. അപ്പൊ ഞങ്ങള് നടക്കാറുണ്ട് എല്ലാ ദിവസവും എന്നാണ് പറയുന്നത് അല്ലെ? അവിടെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? നടക്കുക എന്നുള്ളതിന് വാക്ക് എന്ന് പറയും. അപ്പൊ ഞങ്ങൾ നടക്കാറുണ്ട്, വി വാക്ക്. എന്ന്? എല്ലാ ദിവസവും, എന്നും. അവിടെ നമ്മൾ ഇംഗ്ലീഷില് എവ്രി ഡേ എന്നാ പറയാ. അവിടെ രണ്ട് വാക്കുകളായിട്ട് എഴുതിയത്. മനസ്സിലായോ? വി വാക്ക് എവ്രി ഡേ. അപ്പൊ ചിലതെങ്കിലും തെറ്റിദ്ധരിച്ചേക്കാം, ഈ എവ്രി ഡേ എന്നുള്ളത് ഇങ്ങനെ എഴുതാമെന്ന്. ഇത് വ്യത്യാസമുണ്ട് കേട്ടോ. ഈ എവ്രി ഡേ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സാധാരണ, ഓർഡിനറി എന്നൊരർത്ഥത്തിലാണ്. അപ്പൊ നമ്മൾ പറയില്ലേ, അവള് ധരിച്ചിരുന്നത്, അവൾ ഇട്ടിരുന്നത് സാധാരണ വസ്ത്രങ്ങളാണ്. അവിടെ നമുക്ക് എവ്രി ഡേ ക്ലോത്ത്സ് എന്ന് പറയാം. അവിടെ എന്നും നല്ല അർത്ഥം സാധാരണ വസ്ത്രങ്ങൾ, എവ്രി ഡേ ക്ലോത്ത്സ്, അല്ലെങ്കിൽ സാധാരണ ഷൂസ്, എവ്രി ഡേ ഷൂസ് എന്നൊക്കെ പറയും. മനസ്സിലായോ? അതാണ് ഈ രണ്ടാമത്തെ എവ്രി ഡേ. പക്ഷെ ആദ്യം നമ്മൾ പറഞ്ഞ എല്ലാ ദിവസവും എന്നുള്ളതിന് എവ്രി ഡേ എന്ന് തന്നെ എഴുതണം, രണ്ട് വാക്കുകളായിട്ട്. ഇനി ഞാൻ ഇങ്ങനെ പറയാണെന്നിരിക്കട്ടെ, ഞങ്ങള് ഇപ്പോൾ നടക്കുകയാണ്. അപ്പൊ ഈ സമയത്ത്, കുറച്ച് സമയത്തേക്ക്, ഈ പറയുന്ന സമയത്ത് നടക്കുകയാണെന്നല്ലേ പറയുന്നത്. അവിടെ എന്ത് പറയും? വി ആർ വാക്കിംഗ്. എപ്പോ? ഇപ്പോ, നൗ. വി ആർ വാക്കിംഗ് നൗ. ഇപ്പൊ വ്യത്യാസം മനസ്സിലായോ? സ്ഥിരമായിട്ട് നടക്കുന്നതിന് വി വാക്ക്, ഇപ്പൊ നടക്കുകയാണെന്ന് പറയാൻ വി ആർ വാക്കിംഗ്. അപ്പൊ എനിക്ക് ഇങ്ങനെ പറയണമെങ്കിലോ, അവര് എന്നും രാവിലെ നടക്കാറുണ്ട്. അപ്പൊ ഇവിടെ അവരുടെ കാര്യം പറയുന്നത്, ദേ വരണമല്ലോ. അവര് നടക്കാറുണ്ട്, ദേ വാക്ക്. എന്നാണ് എന്നും രാവിലെ. അപ്പൊ നേരത്തെ എല്ലാ ദിവസവും എന്നും എന്നുള്ളതിന് നമ്മൾ എവ്രി ഡേ എന്ന് പറഞ്ഞു. ഇവിടെ എന്നും രാവിലെ, അതായത് എല്ലാ ദിവസവും രാവിലെ എന്നുള്ളതിന് എവ്രി മോർണിംഗ് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ? ദേ വാക്ക് എവ്രി മോർണിംഗ്. അത് ക്ലിയർ ആയില്ലേ? എല്ലാ ദിവസവും വൈകുന്നേരം എന്ന് പറയാൻ എവ്രി ഈവനിങ് എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ? ഐ വാക്ക്, വി വാക്ക്, ദേ വാക്ക്. ഇങ്ങനെയാ ഞാൻ പറയാ അല്ലെ? അതായത് ഐ, വി, ദേ, ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ വേർബിന്റെ കൂടെ എസ് ഇല്ലാതെ അല്ലേ യൂസ് ചെയ്തത്. ഇനി ഈ സെന്റൻസ് ഒന്ന് നോക്കൂ. എനിക്ക് പറയേണ്ടത്, എന്റെ കുട്ടികൾ എന്നെ അടുക്കളയിൽ സഹായിക്കാറുണ്ട് എന്നാണ്. അതായത് സ്ഥിരമായിട്ട്, പതിവായിട്ട് സഹായിക്കാറുണ്ട് എന്ന്. അപ്പൊ ഇവിടെ എന്ത് പറയും?
ഇവിടെ ഞാൻ പറഞ്ഞത് എന്റെ കുട്ടികൾ, അവിടെയും ഒന്നിൽ കൂടുതൽ പേരുണ്ട് അല്ലെ, ഈ വി ദേ ഒക്കെ പോലെ തന്നെയാണ് ഇവിടെ. അപ്പൊ എന്റെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഇംഗ്ലീഷിൽ പറയാ? മൈ കിഡ്സ് അല്ലെ. ഇനി അവരെന്താ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞത്? സഹായിക്കാറുണ്ട്. സഹായിക്കുക എന്നുള്ളതിന് നമ്മൾ ഹെൽപ്പ് എന്നാണ് പറയുക. ഇവിടെ എന്താ പറയേണ്ടത്? മൈ കിഡ്സ് ഹെൽപ്പ്. മൈ കിഡ്സ് എന്ന് പറയുമ്പോൾ അത് ഒന്നിലധികം പേരായതുകൊണ്ട് പിന്നെ ഞാൻ ഹെൽപ്സ് എന്ന് പറയണ്ട. മൈ കിഡ്സ് ഹെൽപ്പ്. ആരെ സഹായിക്കാറുണ്ട്? എന്നെ. അപ്പോ മൈ കിഡ്സ് ഹെൽപ്പ് മീ. എവിടെ സഹായിക്കാറുണ്ട്? അടുക്കളയിൽ. അടുക്കള എന്നുള്ളതിന് നമ്മൾ കിച്ചൺ എന്നാണ് പറയുക. അടുക്കളയിൽ എന്ന് പറയാൻ ഇൻ വരണം. ഇൻ ദ കിച്ചൺ. മനസ്സിലായോ? അപ്പൊ സെന്റൻസ് എന്താണ്? മൈ കിഡ്സ് ഹെൽപ്പ് മീ ഇൻ ദ കിച്ചൺ. അപ്പൊ ഇത് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞത് മൈ കിഡ്സ് കഴിഞ്ഞിട്ട് ഹെൽപ്പ് മാത്രമാണ്, ഹെൽപ്സ് വന്നില്ല. പക്ഷെ അടുത്ത സെന്റൻസ് നോക്കൂ. എനിക്ക് പറയേണ്ടത് എന്റെ മകൻ എന്നെ അടുക്കളയിൽ സഹായിക്കാറുണ്ടെന്നാണ്. അപ്പൊ ഇവിടെ കഥ മാറി അല്ലെ. എന്റെ മകൻ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അവിടെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? മൈ സൺ എന്ന് പറയും. മകൻ സൺ ആണല്ലോ. മൈ സൺ. ഇനി ശ്രദ്ധിക്കണം, മൈ സൺ ഒരാളേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഹെൽപ്സ് എന്ന് പറയണം. മൈ സൺ ഹെൽപ്സ് മീ. എവിടെ? അടുക്കളയിൽ, ഇൻ ദ കിച്ചൺ. അപ്പൊ വ്യത്യാസം എന്താണ്? ആദ്യത്തെ സെന്റൻസിൽ മൈ ചിൽഡ്രൻ, മൈ കിഡ്സ് എന്ന് പറഞ്ഞപ്പോ മൈ കിഡ്സ് ഹെൽപ്പ്. രണ്ടാമത്തേല് എന്റെ മകൻ, മൈ സൺ എന്ന് പറഞ്ഞപ്പോ മൈ സൺ ഹെൽപ്സ്. ഇതാണ് അതിന്റെ കാര്യം. നമ്മൾ ഒരാളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ വേർബ് കഴിഞ്ഞിട്ട് എസ് ചേർക്കണം. ഇതുപോലെ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന്. അതെന്താ പറഞ്ഞേ? ഐ സ്റ്റഡി ഇൻ ഗ്രേഡ് 6 അല്ലെ. ഇനി എനിക്ക് പറയേണ്ടത് എന്റെ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നാണ്. അപ്പൊ എന്ത് പറയും? മൈ സൺ സ്റ്റഡീസ് ഇൻ ഗ്രേഡ് 6. സ്റ്റഡീസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ സ്പെല്ലിംഗ് കണ്ടോ? സ്റ്റഡി കഴിഞ്ഞിട്ട് വെറുതെ എസ് ചേർക്കുകയല്ല ചെയ്തത്. പലപ്പോഴും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാറുണ്ട്. ആ വാക്ക് വൈ എന്ന അക്ഷരത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ അവിടെ എസ് ചേർക്കാൻ പലപ്പോഴും, എപ്പോഴും ഞാൻ പറയില്ല, പലപ്പോഴും IES എന്നാക്കി മാറ്റേണ്ടി വരും. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിച്ച് നമുക്കത് മനസ്സിലാവണം. കാരണം കൃത്യമായിട്ടൊരു റൂള് വൈ വരുമ്പോഴെല്ലാം ഇങ്ങനെ വരും നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും ഇങ്ങനെയാണ്. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിച്ച് നമുക്കത് മനസ്സിൽ പതിയും. അങ്ങനത് ശീലമാക്കി എടുക്കണം. അതിന്റെ സ്പെല്ലിങ്സ് കറക്റ്റ് ആയിട്ട് വരണം. അപ്പൊ ഇതിപ്പോ ക്ലിയർ ആയല്ലോ. മൈ സൺ സ്റ്റഡീസ്, ഹീ സ്റ്റഡീസ്, ഷീ സ്റ്റഡീസ്, ഐ സ്റ്റഡി, വി സ്റ്റഡി. അതിങ്ങനെ പല വേർബ്സ് ഇതുപോലെ കൂടെ ചേർത്ത് നിങ്ങൾ പറഞ്ഞു നോക്കണം. മനസ്സിലായോ? ഇപ്പൊ സിറ്റ് എന്ന് പറയുന്ന വാക്ക് ഐ സിറ്റ്, വി സിറ്റ്, ദേ സിറ്റ്, ഹീ സിറ്റ്സ്, ഷീ സിറ്റ്സ്. ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ അന്ന് നേരത്തെ 3ാമത്തെ ലെസണിൽ പറയാൻ പഠിച്ച വേറൊരു കാര്യമാണ്. നമ്മൾ എവിടെ നിന്ന് വരുന്നു, അതായത് നമ്മുടെ സ്വദേശം എന്താണെന്നാണ് നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ഇപ്പൊ ഞാൻ തൃശ്ശൂർക്കാരനാണ് എന്ന് പറയണമെങ്കിൽ ഐ എം ഫ്രം തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ മതി അല്ലെ. അതാണ് നമ്മുടെ സ്വദേശം എന്ന്. പക്ഷെ ഞാൻ തൃശ്ശൂർ നിന്ന് വരുന്നു എന്ന് തന്നെ വ്യക്തമായിട്ട് പറയണമെങ്കിൽ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും എന്നറിയാമോ? ഞാൻ വരുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ വരിക എന്നുള്ളതിന് കം എന്ന് പറയും. അപ്പൊ അവിടെ നമ്മൾ പറയും ഐ കം. ഇനി എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂര് നിന്ന്. അതിന് ഫ്രം എന്ന് പറഞ്ഞാൽ മതി. ഫ്രം തൃശ്ശൂർ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ. അപ്പൊ ഐ കം ഫ്രം തൃശ്ശൂർ. അപ്പൊ നേരത്തെ നമ്മൾ ഐ എം ഫ്രം തൃശ്ശൂർ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഐ കം ഫ്രം തൃശ്ശൂർ എന്നും പറയാം. പക്ഷെ ഇവിടെ ഐ എം കമ്മിങ് ഫ്രം തൃശ്ശൂർ എന്ന് പറയരുത്. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു, ഇപ്പൊ യാത്ര ചെയ്ത് ഏത് സ്ഥലത്ത് നിന്നാണ് വരുന്നത് എന്നൊരു അർത്ഥത്തിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് ഐ എം കമ്മിങ് എന്ന് പറയാം. ഞാൻ ഇപ്പോ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിയാണെന്ന്. നേരെ മറിച്ച് നമ്മുടെ സ്വദേശം തൃശ്ശൂരിൽ നിന്നാണ് പറയേണ്ടതെങ്കിൽ ഐ കം ഫ്രം തൃശ്ശൂർ എന്ന് തന്നെ പറയണം. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മള് ഐ കം ഫ്രം തൃശ്ശൂർ എന്നല്ലേ പറഞ്ഞത്. ഇതിന് പകരം ഐ എന്നുള്ളതിന് പകരം ഞാൻ ഒരാളുടെ പേര് പറയാൻ പോവാണ്. ഇപ്പൊ ഞാൻ രവിയെ കുറിച്ച് പറയാണ്. രവി ഡൽഹിയിൽ നിന്നാണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇവിടെ രവി ഇസ് ഫ്രം ഡൽഹി എന്ന് പറയും. ഐ ആണെങ്കിൽ ഐ ആം ഫ്രം ഡൽഹി, രവി ഇസ് ഫ്രം ഡൽഹി. ഇനി ഇത് ഞാൻ പറയാണ് രവി ഡൽഹിയിൽ നിന്ന് വരുന്നു. അവിടെ എന്ത് പറയും? രവി കംസ് ഫ്രം ഡൽഹി. രവി ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് കം പോരാ, കംസ്. രവി കംസ് ഫ്രം ഡൽഹി, ഡൽഹിയിൽ നിന്ന്. രവി കംസ് ഫ്രം ഡൽഹി. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ
രവി ഈസ് കമ്മിങ് ഫ്രം ഡൽഹി എന്ന് പറയുന്നത്. അത് പറയാം, രവി ഇപ്പൊ ഡൽഹിയിൽ നിന്ന് വരുന്ന വഴിയാണ്, അതുകൊണ്ട് രവി ഭയങ്കര ടയർഡ് ആണെന്ന് പറയണമെങ്കിൽ രവി ഈസ് കമ്മിങ് ഫ്രം ഡൽഹി, ഹിസ് ടയർഡ് എന്ന് നമുക്ക് പറയാം. പക്ഷെ രവിയുടെ സ്വദേശത്തെ കുറിച്ച് പറയണമെങ്കിൽ രവി ഇസ് ഫ്രം ഡൽഹി അല്ലെങ്കിൽ രവി കംസ് ഫ്രം ഡൽഹി. ഇനി ഈ കാര്യം ഒന്ന് നോക്കിയേ. ഞാൻ പറയാണ്, ഞാൻ കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത്, പക്ഷേ ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്, അവിടെയാണ് കഴിയുന്നതെന്ന്. നോക്കുമ്പോൾ ഇതൊരു വലിയ സെന്റൻസ് ആണല്ലേ, പക്ഷെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ആദ്യത്തെ ഭാഗം നോക്കൂ, ഞാൻ കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എന്ത് പറയും? ഓർമ്മയുണ്ടോ? ജോലി ചെയ്യുന്നത്, സ്ഥിരമായിട്ട് ജോലിയുടെ കാര്യം പറയുന്നേ. അപ്പൊ എന്ത് പറയും? ഐ വർക്ക് ഇൻ കൊച്ചി. കൊച്ചിയിലാണ്. കൊച്ചി ഒരു സ്ഥലമാണ്. സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ ആ സ്ഥലത്ത് എന്നൊരർത്ഥം കിട്ടാൻ ഇൻ പറയണം. ഐ വർക്ക് ഇൻ കൊച്ചി. എന്നിട്ട് നമ്മൾ പറഞ്ഞത് എന്താ? പക്ഷേ. പക്ഷേ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ബട്ട് എന്ന് പറയും. അപ്പൊ എന്തായി? ഐ വർക്ക് ഇൻ കൊച്ചി ബട്ട് ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്, കഴിയുന്നത്. അപ്പൊ താമസിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കഴിയുക എന്നുള്ളത് ഒരു ദിവസത്തെ കാര്യമല്ലല്ലോ. സ്ഥിരമായിട്ട് അവിടെയാണ് വീട്, അവിടെയാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത്, ജീവിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ പറയും ബട്ട് ഐ ലിവ് ഇൻ കോട്ടയം. ഐ എം ലിവിങ് അല്ല, ഐ ലിവ് ഇൻ കോട്ടയം. മനസ്സിലായോ? നോക്കിയപ്പോ വലിയൊരു സെന്റൻസ് ആയിരുന്നു. സിമ്പിൾ അല്ലേ? ഐ വർക്ക് ഇൻ കൊച്ചി ബട്ട് ഐ ലിവ് ഇൻ കോട്ടയം. ഇനി ഈ സെന്റൻസ് ഒന്ന് നോക്കൂ. ഇത് എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ? നമ്മുടെ ആദ്യത്തെ ലെസണിൽ നമ്മൾ പഠിച്ചൊരു സെന്റൻസ് ആണിത്. എനിക്ക് നിങ്ങളുടെ അഡ്രസ് അറിയാം എന്ന് പറയാൻ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നിരുന്നു. നിങ്ങൾ എല്ലാം അത് ശരിയാക്കി. അതെങ്ങനെയാ പറയണ്ടേ? ഐ നോ യുവർ അഡ്രസ്. ഇവിടെ ഞാൻ പറഞ്ഞത് കണ്ടോ? ഐ നോ. നമ്മൾ ഇന്ന് കണ്ട പാറ്റേൺ ആണ് നമ്മൾ ഈ യൂസ് ചെയ്തതെന്ന്. എനിക്കൊരു കാര്യം അറിയാമെന്ന് പറയുമ്പോൾ, അറിയുക എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? അറിയുക, നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അത് കുറച്ചു നേരത്തേക്കുള്ള ഒരു അറിവല്ല, സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ നമ്മൾ ഐ ആം നോയിങ് എന്ന് പറയില്ല. ഐ നോ, എനിക്ക് നിങ്ങളുടെ അഡ്രസ് അറിയാം. ഐ നോ യുവർ അഡ്രസ്. ഇതുപോലെ വേറൊരെണ്ണം, അനുവിന് എന്റെ നമ്പർ അറിയാം. അപ്പൊ അനുവിന് ഇത് അറിയാം. അത് കുറച്ചു നേരത്തേക്കല്ലല്ലോ അറിയുന്നത്, സ്ഥിരമായിട്ടല്ലേ. അവിടെ നമ്മൾ ഈ വേർബിന്റെ കൂടെ ING ചേർക്കാതെയാണ് യൂസ് ചെയ്യുക. അനുവിനറിയാം. അനു നോസ്. അത് മനസ്സിലാക്കണം. അനു ഒരാളായതുകൊണ്ട് നോസ്. അനു നോസ് എന്റെ നമ്പർ, മൈ നമ്പർ. മനസ്സിലായോ? അനു നോസ് മൈ നമ്പർ. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഈ നോ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അറിയുക, അത് ഒരിക്കലും നമ്മൾ നോവിങ് എന്ന് പറയില്ല. ഇതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, തീരെ ഇഷ്ടമല്ല എന്നൊക്കെ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ചില വാക്കുകളുണ്ട്. ഇപ്പൊ എനിക്ക് പറയണം, എനിക്ക് ഫിൽറ്റർ കോഫി ഇഷ്ടമാണ്. അപ്പൊ ഇഷ്ടമാണ് എന്നുള്ളതിന് നമുക്ക് ലൈക്ക് എന്ന് പറയാം. ഇഷ്ടമുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാം, ലൈക്ക് എന്ന് പറയും. എനിക്ക് ഇഷ്ടമാണ്, എന്ത് പറയും? ഐ ലൈക്ക്. എന്ത്? ഫിൽറ്റർ കോഫി. ഐ ലൈക്ക് ഫിൽറ്റർ കോഫി. അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ ഇഷ്ടം എന്നുള്ള വാക്കിന് ലൈക്ക് എന്ന് പറയുന്നു പറഞ്ഞല്ലോ, അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഒരിക്കലും ING ചേർത്ത് ഐ ആം ലൈക്കിംഗ് എന്ന് സാധാരണ പറയില്ല. ഐ ലൈക്ക് എന്നേ പറയുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ആ പാറ്റേൺ ഉണ്ടല്ലോ, ഐ അല്ലെങ്കിൽ ഹി ഒക്കെ കഴിഞ്ഞിട്ട് വേർബിന്റെ കൂടെ ING ചേർക്കാതെ ഉപയോഗിക്കുന്നത്, ആ പാറ്റേണിൽ വരുന്ന സെന്റൻസസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഒരു കാര്യം ഇഷ്ടമാണെന്ന് പറയാൻ ഐ ലൈക്ക് ഫിൽറ്റർ കോഫി. പക്ഷെ ഇതേ കാര്യം വളരെ ഇഷ്ടമാണെന്ന് പറയണമെങ്കിലോ, എനിക്ക് ഫിൽറ്റർ കോഫി വളരെ ഇഷ്ടമാണ്. അവിടെ വളരെ ഇഷ്ടമാണെന്ന് പറയാൻ ഐ വെരി മച്ച് ലൈക്ക് എന്ന് പറയണ്ട, അതിലും നല്ലത് ലവ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ വാക്ക് ലവ് എന്ന് പറയുന്നത് നമ്മൾ ആളുകളോട് പറയാൻ മാത്രമല്ല യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി നമുക്ക് വളരെ ഇഷ്ടമാണെന്ന് പറയാൻ ലവ് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ എന്ത് പറയും? ഐ ലവ് ഫിൽറ്റർ കോഫി എന്ന് വെച്ചാൽ അത്ര ഇഷ്ടമാണെന്നാണ് അർത്ഥം. അവിടെയും ഐ എം ലവിങ് എന്ന് പറയണ്ട, ഐ ലവ് ഫിൽറ്റർ കോഫി. ഇനി ഇങ്ങനെ പറയണമെങ്കിലോ, എനിക്ക് ഫിൽറ്റർ കോഫി തീരെ ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയണമെങ്കിലോ, അവിടെ നമുക്ക് ഹേറ്റ് എന്ന വാക്ക് യൂസ് ചെയ്താൽ മതി. ശരിക്കും ഹേറ്റ് എന്ന് പറഞ്ഞാൽ വെറുക്കുക എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ നമുക്ക് ഈ ഹേറ്റ് യൂസ് ചെയ്യാം. അപ്പൊ ഐ ഹേറ്റ് ഫിൽറ്റർ കോഫി. അവിടെയും ഐ എം ഹേറ്റിംഗ് എന്ന് പറയില്ല. മനസ്സിലായോ? പിന്നെ ഇവിടെ ഒരു കാര്യം, ഐ ആയതുകൊണ്ടാണ് നമ്മൾ ഐ ഹേറ്റ് എന്ന് പറയണത്. ഇപ്പൊ ഹീയുടെ കൂടെ ആണെങ്കിൽ ഹി ഹേറ്റ്സ് എന്ന് പറയുമായിരുന്നു. ഹി ഹേറ്റ്സ് ഫിൽറ്റർ കോഫി. ഹി ആയതുകൊണ്ട് ഹേറ്റ്സ്. ഐ, വി ഒക്കെ ആണെങ്കിൽ ഹേറ്റ്. ഇത് കണ്ടോ, അവൾക്ക് പാചകം ഇഷ്ടമാണ്. അപ്പൊ ഷീ ലൈക്സ്. ഷീ ആയതുകൊണ്ട് ലൈക്സ്. ഇനി പാചകം എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? കുക്കിംഗ് എന്ന് പറയും. കുക്കിംഗ്. അവിടെ ആ ING കണ്ടിട്ട്
അതിപ്പോ ആരോ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാനാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. കുക്ക് എന്ന് പറയുന്ന ഒരു വേർബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ കുക്കിംഗ് എന്ന് പറഞ്ഞാല് അവള് പാചകം ചെയ്യുന്നു എന്നാവും. പക്ഷേ പാചകം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാം. അതായത് പാചകം എന്ന അർത്ഥത്തിലും നമ്മൾ കുക്കിംഗ് തന്നെ പറയാം. അപ്പൊ ഇവിടെ ആ അർത്ഥത്തിലാണ് യൂസ് ചെയ്തത്. അപ്പോ ഷീ ലൈക്സ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ നമ്മൾ ഷീ ലൈക്സ് കുക്കിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എനിക്ക് പറയാവുന്നത് ഷീ ലൈക്സ് കുക്കിംഗ്. ഇനി അവൾക്ക് പാചകം വളരെ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആളുകളുണ്ടല്ലേ, പാചകം വളരെ ഇഷ്ടപ്പെടുന്നവരില്ലേ. അപ്പൊ അവിടെ ഷീ ലവ്സ് കുക്കിംഗ് എന്ന് പറയും. ഷീ ലവ്സ് കുക്കിംഗ്. ഇനി അവൾക്ക് പാചകം തീരെ ഇഷ്ടമല്ലെങ്കിലോ? ഷീ ഹേറ്റ്സ് കുക്കിംഗ്. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കിയത്? ഷീ ആയതുകൊണ്ട് ലൈക്സ്, ലവ്സ്, ഹേറ്റ്സ്. അവിടെ എല്ലാം എസ് ചേർത്താണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നമുക്ക് മാറ്റമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ എങ്ങനെ പറയുന്നതാണ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ആ വേർബിന്റെ കൂടെ ING ചേർക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് കൂടാതെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ചില ഫ്രേസസ് ഉണ്ട്. ഫ്രേസ് എന്ന് വെച്ചാൽ വാക്കുകളുടെ ഒരു കൂട്ടം. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം കണ്ടില്ലേ, ടീച്ചറായി ജോലി ചെയ്യുന്നു എന്ന് പറയാൻ ആസ് എ ടീച്ചർ എന്ന് പറഞ്ഞു. ആ ആയി എന്നുള്ള അർത്ഥം കിട്ടാൻ ആസ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഡ്രൈവർ ആയി എന്ന് പറഞ്ഞുവെങ്കിൽ ആസ് എ ഡ്രൈവർ. ഇനി ഒരു സ്കൂളിൽ അല്ലെങ്കിൽ അടുക്കളയിൽ എന്നൊക്കെ പറയണമെങ്കിൽ ഇൻ ചേർക്കണം എന്ന് മനസ്സിലായി. അപ്പൊ ആ ഫ്രേസ് ഇൻ വെച്ചാണ് വരിക. ഇൻ എ സ്കൂൾ, ഇൻ ദ കിച്ചൺ എന്നൊക്കെ പറയും. ഇനി എല്ലാ ദിവസവും അല്ലെങ്കിൽ എന്നും എന്നൊരർത്ഥം കിട്ടണമെങ്കിൽ എന്താ പറയാ? എവ്രി ഡേ. രണ്ട് വാക്കുകളായിട്ട് തന്നെ എഴുതണം. അതുപോലെ എന്നും രാവിലെ എന്ന് പറയണമെങ്കിൽ എവ്രി മോർണിംഗ് എന്ന് പറയും. അതുപോലെ വേറൊരു വാക്ക് നമ്മൾ പഠിച്ചത് പക്ഷേ എന്ന അർത്ഥം കിട്ടാൻ എന്താ യൂസ് ചെയ്യുക? ബട്ട്, BUT, ബട്ട്, പക്ഷേ. ഇങ്ങനെ പുതിയതായിട്ട് പഠിക്കുന്ന വാക്കുകൾ അതുപോലെ ഫ്രേസസ് എല്ലാം എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യണം. പറഞ്ഞു നോക്കണം കേട്ടോ. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബേസ് ചെയ്ത് ഞാനിവിടെ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ആദ്യത്തേത് നോക്കൂ. നിങ്ങൾക്ക് പറയേണ്ടത് ഞാനൊരു സെക്രട്ടറി ആയി ജോലി ചെയ്യുന്നു എന്നാണ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ല, സ്ഥിരമായിട്ടുള്ള ജോലിയെ കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെ പറയും? ഇനി അടുത്തത് ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഓഫീസിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഇൻ ചേർക്കണം. പക്ഷേ ഇൻ കഴിഞ്ഞിട്ട് ആണോ ആൻ ആണോ യൂസ് ചെയ്യേണ്ടത്? അവിടെ ഓഫീസ് എന്നുള്ളതാണല്ലോ വാക്ക്. അതെന്ത് വരണം എന്നുള്ളതും കൂടെ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്യൂ. ഇനി മൂന്നാമത്തത്, റീന എന്നും അവളുടെ അമ്മയെ വിളിക്കാറുണ്ട്. അപ്പൊ എന്നും ആ വാക്ക് വരണം. പിന്നെ വിളിക്കുക എന്നുള്ളതിന് കോൾ എന്ന് പറയാം. ഇതെങ്ങനെ പറയുക? ഇപ്പൊ വിളിക്കാറുണ്ടെന്നല്ല, എല്ലാ ദിവസവും വിളിക്കാറുണ്ടെന്ന് എങ്ങനെ പറയുമെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നിങ്ങളുടെ ആൻസേഴ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇന്നത്തെ ഈ ലെസൺ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ അതിനെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഇത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ആഴ്ചയിൽ കൂടുതൽ ക്ലാസ്സസ് വേണോ എന്ന് ഞാൻ ചോദിച്ചതിന് കുറെ പേര് പറഞ്ഞു വേണമെന്ന്, കുറച്ചു പേരെങ്കിലും വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വരുന്ന ആഴ്ച ഞാൻ ഒരെണ്ണം കൂടി ഇടാൻ ശ്രമിക്കാം. നോക്കൂ നിങ്ങൾക്കത് പറ്റുന്നുണ്ടോ, നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആണോ എന്ന്. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ ഉടനെ തന്നെ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ.